ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു കടായി പനീർ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മല്ലി, കുരുമുളക്, ജീരകം, പെരുംജീരകം, ഉണക്കമുളക്, ബേ ലീഫ് ഇത്രയും എടുത്തു വെച്ചു. പിന്നെ സവാള വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ക്യാപ്സിക്കവും കട്ട് ചെയ്തു. 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കട്ട് ചെയ്തത്, ടൊമാറ്റോ പ്യൂരി ആക്കി വെച്ചത്, പിന്നെ ഫ്രഷ് ക്രീം, പിന്നെ ബട്ടർ, പിന്നെ മല്ലിയില, കസൂരി മേത്തി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ മസാല തയ്യാറാക്കാൻ ഞാൻ പാൻ ചൂടാകുമ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായി ചൂടാക്കി മിക്സിയിലിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ ചൂടാകുമ്പോൾ പാനിൽ എണ്ണ ഒഴിച്ച് അതിൽ വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. നന്നായിട്ട് വഴണ്ട് വരുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി. ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ പച്ച ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി. നന്നായിട്ട് അങ്ങ് വഴണ്ട് വരുമ്പോൾ ക്യാപ്സിക്കമൊക്കെ ആ വെന്ത് പോകുന്ന ആ ഒരു ടേസ്റ്റിൽ ആയിപ്പോവും. അപ്പോൾ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് വഴണ്ട് വരുമ്പോൾ അതിനെ കോരിയിട്ട് നമ്മൾ വേറെ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെച്ചു. വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും. ഇതൊരു നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു പച്ച ആ ഒരു ടേസ്റ്റ് മാറുന്നവരെ മാത്രം വഴറ്റിയാൽ മതി. അപ്പോൾ ഇത് മാറ്റി വെച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഈ തന്നെ വഴറ്റിയ എണ്ണയുണ്ട്, അതിൻ്റെ അകത്ത് തന്നെയാണ് പിന്നെ ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് നമ്മുടെ ജീരകം, സാദാ ജീരകമില്ലേ നമ്മൾ എടുക്കുന്ന സാധാരണ ജീരകം, ചെറിയ ജീരകം എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതും അതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒരു കളർ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ ഗ്യാസ് സിമ്മിലൊന്നും വെച്ചില്ല, ഫുള്ളിൽ തന്നെ വെച്ചിട്ടാണ് വഴറ്റിയെടുത്തത്. അപ്പോൾ അത് വഴണ്ടി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി, അതിൻ്റെ അകത്തേക്ക് ടൊമാറ്റോ പ്യൂരി ആക്കി വെച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായി യോജിപ്പിക്കുക. മുളക് പൊടി ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ, കാരണം ഇതിൽ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ മസാലയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ കുരുമുളകും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ചേ ചേർത്തുള്ളൂ. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാല അതുതന്നെയാണ് കൂടുതലായിട്ട് ഞാൻ ഇതിൽ ചേർത്തത്, വേറെ മസാലയൊന്നും ചേർത്തില്ല. നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് ഏകദേശം 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. അപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് സിമ്മിലിട്ടിട്ട് അതിനെ ഒന്ന് വേവിച്ചു. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് എങ്ങനെ എണ്ണ തെളിയുന്ന ആ ഒരു രൂപത്തിലായി. ഈ സമയത്ത് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതും കൂടി ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ആവശ്യമാണെങ്കിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് ക്രീം വേണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനപ്പോൾ ക്രീം ഒഴിച്ചപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള ക്രീം ഞാൻ ഒഴിച്ചു. നന്നായിട്ട് അതങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് അതിനുശേഷം നമ്മുടെ വഴറ്റി വെച്ചിട്ടുള്ള സവോളയും പിന്നെ ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പനീർ കുറച്ച് ബട്ടറിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിനായിരുന്നു, അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല സെറ്റാവുന്ന ഒന്ന് അടച്ചു വെച്ചു, വേവിച്ചു. ആ സമയമാകുമ്പോഴത്തേക്ക് ഞാനൊരു കടായി വെച്ചിട്ട് നമ്മൾ കസൂരി മേത്തി ഉണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയെടുത്തു. അപ്പോൾ അതിന് ശേഷം ഇത് നമ്മുടെ പനീറും എല്ലാം കൂടി നല്ല മിക്സായി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള കസൂരി മേത്തി അതിന് ചേർത്ത് കൊടുത്തു. പിന്നെ മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി അതിൻ്റെ അകത്തേക്ക്
ഇട്ട് കൊടുത്തു. പിന്നെ നന്നായി യോജിപ്പിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ കടായി പനീർ തയ്യാറായി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.